ഹലോ. വാഷിംഗ് മെഷീനിൽ ഉണക്കി കഴിഞ്ഞതിന് ശേഷം എലിയെയും പിടിച്ചുകൊണ്ടൊരു പാമ്പ് നമ്മുടെ വാഷിംഗ് മെഷീനിൽ ഉണ്ടായ വീഡിയോ ഞാൻ 2 ദിവസം മുന്നേ ഇട്ടിരുന്നു. അപ്പോൾ അതിലൊരുപാട് പേർക്ക് സംശയം തോന്നിയിട്ടുണ്ടായിരുന്നു, ഇത് പാമ്പ് മെഷീനിൽ തിരിഞ്ഞു പോയോ, അല്ല ഇതെങ്ങനെ കയറിയെന്നൊക്കെ. അപ്പോൾ അതിന് ടെക്നീഷ്യൻ വന്ന് നോക്കിയപ്പോഴാണ് മനസ്സിലായത്. അതായത് മെഷീൻ്റെ അടിയിൽ എന്തെങ്കിലും കയറുന്നതിനൊരു പ്ലാസ്റ്റിക്കിൻ്റെ പ്ലേറ്റ് പോലത്തെ സംഭവം വെച്ചിട്ടുണ്ട്. പക്ഷേ അത് എലി കടിച്ച് മുറിച്ചിട്ട് അതിൻ്റെ ഉള്ളിലൂടെ കയറി. അപ്പോൾ നമ്മുടെ ഈ തിരിയുന്ന ഡ്രമ്മിൻ്റെയും മെഷീൻ്റെ ബോഡിയുടെയും ഇടയ്ക്ക് ധാരാളം സ്ഥലമുണ്ട്, റൊട്ടേറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ എലി അതിനുള്ളിൽ കയറി സ്ഥിരതാമസമാക്കേണ്ടിയിട്ടാണ് ഒരുപാട് സാധനങ്ങളൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഞാൻ വീഡിയോ കാണിക്കാം. അപ്പോൾ അത് സ്ഥിരം അവിടെ ഉണ്ടെന്ന് മനസ്സിലായ കണ്ടിട്ട് പാമ്പും അതേ വഴി തന്നെ വന്ന് ഈ ഡ്രമ്മിൻ്റെ പുറംഭാഗത്തൂടെ മെഷീൻ തിരിഞ്ഞ് നിന്നപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ അകത്ത് കയറി എലിയെയും പിടിച്ച് അകത്ത് കയറി കഴിക്കുന്നതാണ് നമ്മൾ കണ്ടത്. മെഷീൻ ഓണായ സമയത്ത് പാമ്പും എലിയും അതിലുണ്ടായിരുന്നില്ല. ഇതിപ്പോൾ ടെക്നീഷ്യൻ വന്ന് മെഷീൻ ചെരിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തെടുക്കുന്ന സാധനങ്ങളാണ് ഇതൊക്കെ. അതായത് പുറത്ത് വർക്ക് ഏരിയയിലാണ്, ഗ്രിൽസാണ്. അപ്പോൾ എലിക്കും ഒക്കെ സുഖമായിട്ട് വരാൻ പറ്റുന്ന ഞങ്ങൾ കാണാറുമുണ്ട് എലി വന്ന് പോകുന്നത്. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കയറും എന്നൊന്നും അറിഞ്ഞിരുന്നില്ല. അപ്പോൾ ഇത്രയും സാധനങ്ങൾ, അതായത് മെഷീൻ്റെ പിന്നിലൊരു ചൂല് വയ്ക്കും അടിച്ചു വരേണ്ടത്, അത് മുഴുവനും ഏകദേശം മുറിച്ച് ഇതിൻ്റെ ഉള്ളിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. പിന്നെ കുറേ പ്ലാസ്റ്റിക് കവറ്, ഞങ്ങൾ കഴുകാൻ വെക്കുന്ന സോപ്പ്, ഇതൊക്കെ അപ്രത്യക്ഷമാകാറുണ്ട് ഈ സോപ്പൊക്കെ. ഇതെവിടെ പോകുന്നതെന്ന് മാത്രം അറിയില്ല. ഒക്കെ ഇതിപ്പോൾ മെഷീൻ ചെരിച്ചിട്ടിട്ടുള്ള ഇതാണ് അതിൻ്റെ അടിയിൽ വയ്ക്കുന്ന പ്ലേറ്റ്. ഇങ്ങനെ ഇത് കണ്ട ഈ ഭാഗം രണ്ടും, ഒന്ന് അതിൻ്റെ ബോഡിയുടെ ഭാഗവും ഈ സാധനവും മുറിച്ച് ആണ് ഇതിപ്പോൾ മെഷീൻ ചെരിച്ചിട്ടിട്ടാണല്ലോ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുള്ളത്. ഇത്രയും സാധനങ്ങൾ, ഒരു മുറം നിറച്ചും കൊള്ളേണ്ട സാധനങ്ങൾ അതിൻ്റെ അകത്തുനിന്ന് എടുത്തിട്ടുണ്ട്. ഒരു ചൂലിൻ്റെത്, നമ്മൾ വേണ്ടാതെ വെച്ച ചെറിയ തുണിയുടെ കഷണങ്ങൾ, സോപ്പ് കഷണം എന്ന് വേണ്ട എന്തൊക്കെയാണ് അതിൻ്റെ ഉള്ളിൽ കൊണ്ടുവച്ചൊരു വീട് ഉണ്ടാക്കി കുട്ടിയെ പ്രസവിക്കേണ്ട ഒരു സെറ്റപ്പാക്കി കൊണ്ടുവരികയാണെന്ന് തോന്നുന്നു. ഒരു തരത്തിൽ പറഞ്ഞാൽ പാമ്പ് നമ്മളെ രക്ഷിക്കുകയാണ് ചെയ്തത്. ഒന്നും പറ്റിയില്ല, ഒക്കെ പാമ്പിനും പറ്റിയില്ല, എലി മാത്രമാണ് ചത്തത്. അപ്പോൾ ഇനി ഇങ്ങനെയുള്ളവർ ഇരുമ്പിൻ്റെ നെറ്റ് അതിൻ്റെ ഉള്ളിൽ വയ്ക്കാൻ ശ്രദ്ധിക്കുക.